തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെത്തി. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കും. മട്ടന്നൂർ മുതൽ പിണറായി വരെയാണ് റോഡ് ഷോ നടക്കുക. വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കണ്ണൂരിൽ ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ അതിൻ്റെ നെടുനായകത്വം വഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പുറത്തേക്ക് വരികയാണ്. നൂറുകണക്കിന് ഇടതുമുന്നണി പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് പിറകെ മുദ്രാവാക്യ വിളികളോടെ വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സന്തോഷ്, ഉജ്ജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇടതുമുന്നണി കണ്ണൂരിൽ തുടക്കം കുറിക്കുകയാണ്. ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതിന് നേതൃത്വം നൽകുന്നു. നൂറുകണക്കിന് പ്രവർത്തകർ ആവേശത്തോടെ ഇരുചക്ര വാഹനങ്ങളിലും മറ്റു വാഹനങ്ങളിലും മുഖ്യമന്ത്രിക്ക് പിറകെ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അങ്ങേയറ്റം ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇടതുമുന്നണിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്നതിൻ്റെ ശരിക്കുമുള്ള ഒരു പ്രതീകാത്മകമായ ദൃശ്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. സന്തോഷ്, ഷമ്മി, മുഖ്യമന്ത്രി എത്തിയതോടുകൂടി കണ്ണൂർ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ ആവേശം അതിന്റെ ഏറ്റവും വലിയ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കേരളത്തിന്റെ നായകൻ, നവകേരള നായകൻ, ധർമ്മടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആനയിച്ചുകൊണ്ടുള്ള വാഹന റാലിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കണ്ണൂർ വിമാനത്താവളം മുതൽ ഏതാണ്ട് 10 കിലോമീറ്റർ പിന്നിട്ട് പിണറായി വരെയും ഇതേ രീതിയിലുള്ള വാഹന റാലിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ചിട്ടുള്ളത്. ഇരുചക്ര വാഹനങ്ങളുടെയും ചെങ്കൊടികൾ ഏന്തിയ കാറുകളും എല്ലാം തന്നെ ഈ വാഹനത്തെ അണിനിരക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ LDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ധർമ്മടം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ വാഹന റാലിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഇന്നാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ധർമ്മടം മണ്ഡലത്തിൽ ആവേശകരമായ പ്രചരണം ആരംഭിച്ചെങ്കിലും സ്ഥാനാർത്ഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നാണ് മണ്ഡലത്തിലേക്ക് എത്തുന്നത്. അതിന്റെ ഒരു ആവേശമാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. വലിയ രീതിയിൽ ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വലിയ പിന്തുണയുമായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ആവേശകരമായിട്ടുള്ള സ്വീകരണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് നേരത്തെ തന്നെ നൂറുകണക്കിന് ആളുകൾ കണ്ണൂർ വിമാനത്താവള പരിസരത്ത് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതിനായി കാത്തു നിന്നിരുന്നു. വാഹനങ്ങളിലും മറ്റുമെത്തി ഈ റാലിയുടെ ഭാഗമാകുന്നതിനായി കാത്തു നിന്നിരുന്നു. അത്തരത്തിൽ വിമാനത്താവളത്തിൽ നിന്നും ആരംഭിച്ച വാഹന റാലി ആണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും പിണറായിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെയും കാറുകളുടെയും അകമ്പടിയോടെയാണ് ഈ റാലി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ധർമ്മടം മണ്ഡലം കണ്ണൂരിലെ CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയം സമ്മാനിച്ച മണ്ഡലമാണ് ധർമ്മടം. ഇത്തവണ വീണ്ടും കേരളത്തിന്റെ വികസന നായകൻ ധർമ്മടത്തേക്ക് എത്തുമ്പോൾ അതിന്റെ രാഷ്ട്രീയ ആവേശം CPIM അണികൾക്കിടയിലുണ്ട്, ഇടതുപക്ഷത്തിന്റെ മുഴുവൻ അണികൾക്കിടയിലുമുണ്ട്. മാത്രമല്ല, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ ധർമ്മടത്തെ ജനങ്ങൾ അത് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ധർമ്മടം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളവും ഏറെ അഭിമാനകരമായ കഴിഞ്ഞ 10 വർഷങ്ങളാണ് കടന്നുപോയത്. ധർമ്മടംകാരനായ ധർമ്മടം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പിണറായി വിജയൻ കേരളത്തെ ആകെ വികസനത്തിലേക്ക് നയിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 10 വർഷം കണ്ടത്. അതുകൊണ്ട് അത് ധർമ്മടത്തിന് ആകെ അഭിമാനിക്കാനുള്ള ഒരു കാര്യമായി തന്നെയാണ് ധർമ്മടത്തെ വോട്ടർമാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മണ്ഡലത്തിൽ സ്വീകാര്യത മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സ്വീകരണം ഉൾപ്പെടെ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ധർമ്മടം മണ്ഡലത്തിൽ അതുപോലെ ധർമ്മടം മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ, ആ മണ്ഡലത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും സമാനതകളില്ലാത്ത വികസന മുന്നേറ്റത്തിനാണ് കഴിഞ്ഞ 5 വർഷം കേരളം മാത്രമല്ല മുഖ്യമന്ത്രി പ്രതിനിധീകരിക്കുന്ന ധർമ്മടം മണ്ഡലവും സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ പിണറായി വിജയനെ ധർമ്മടത്തു നിന്നും വിജയിപ്പിക്കാനുള്ള ഒരു ചുമതലയാണ് ധർമ്മടത്തെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്, ധർമ്മടത്തെ ഇടതുപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ച, ആവേശകരമായ പ്രചരണത്തിന്റെ തുടക്കം കുറിക്കുകയാണ് ഇന്ന് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഈ തുടക്കം തന്നെ അതിഗംഭീരമായ ജനപങ്കാളിത്തത്തോടുകൂടി വലിയ ആവേശത്തോടു കൂടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കമായി ഇത് മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നാളെ ധർമ്മടം മണ്ഡലത്തിന്റെ LDF-ന്റെ തിരഞ്ഞെടുപ്പ്
കൺവെൻഷൻ കൂടി ചേരുകയാണ്. അതോടുകൂടി മണ്ഡലത്തിൽ ആവേശകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണമായിരിക്കും പിന്നീട് അങ്ങോട്ടുണ്ടാവുക. മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ CPIM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് എന്നുള്ള രീതിയിൽ കേരളത്തിലെ മറ്റ് പല മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിക്ക് തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ ഉണ്ടാകില്ല. പക്ഷേ ധർമ്മടം മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നാകെ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്വയം സന്നദ്ധരായി പ്രചരണത്തിനിറങ്ങുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ധർമ്മടം ഒന്നടങ്കം രംഗത്തിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ധർമ്മടത്തേക്ക് ഈ മുഖ്യമന്ത്രിയുടെ സ്വീകരണം കഴിഞ്ഞ് ഈ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിലേക്ക് ആനയിക്കുമ്പോൾ അത് വലിയ ആവേശകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഈ ഒരു മഹോത്സവത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വാർത്താ താരം കൂടിയായ പിണറായി വിജയൻ സ്വന്തം മണ്ഡലത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് പോകുന്നത് ഏറ്റവും ആവേശകരമായ കാഴ്ച തന്നെയാണ്. അതാണ് ധർമ്മടത്തെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്.